കുടജാദ്രി എന്ന മല അന്ന് മാഷ് കണ്ടിട്ടേ ഇല്ല. അതെ. മാഷ് കുടജാദ്രി പോയിട്ടില്ല. ആ. മൂകാംബികയിൽ പോയിട്ടുണ്ട്, തൊഴുതിട്ടുണ്ട്. പിന്നെ അപ്പുറം പിന്നെ മല കയറണമല്ലോ കുടജാദ്രിയിൽ ഈ പോകണം. ജയകുമാർ സാറും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ആ സമയത്ത് ജയവസ പോയിട്ടില്ല. ആ സമയം കണ്ടിട്ടില്ല എന്നാ ആ, പറഞ്ഞത് അതെ, സാറ്. അതെ. ഇവിടെ ഒട്ടും കണ്ടിട്ടില്ല. ഉം. പക്ഷെ മാഷ് പറയായിരുന്നു, ഈ കഥ ഇങ്ങനെ കേട്ട് എല്ലാം പറയുമ്പോഴത്തേക്ക് ആ മലയിലാണ് എല്ലാം സംഭവിക്കുന്നത്, കുടജാദ്രിയിലാണ് ഈ കഥ മൊത്തം സംഭവിക്കുന്നത്. അപ്പൊ ഈ മാഷ അതിൽ കാണിച്ചിരിക്കുന്നത് കുടജാദ്രി മല മൂകാംബിയെ പ്രദക്ഷിണം ചെയ്യുകയാണ് ഉം, ഉം. എന്നാണ് പറയുന്നത്. അങ്ങനെയാണ്. പ്രദക്ഷിണം ചെയ്യുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ, ബീജം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും അമ്മയ്ക്ക് പ്രദക്ഷിണം ചെയ്തത്. അമ്മ നടുവിലും മലകൾ ഇങ്ങനെ അമ്മയെ പ്രദക്ഷിണം ചെയ്യുന്നതാണ് അവരുടെ സങ്കല്പം. ചേട്ടൻ അതാ പറഞ്ഞത് ശരിയുണ്ട്. മലകളെല്ലാം ശരി, കുറെ മലയുണ്ട് ഇവിടെ, പല മലകളുണ്ടല്ലോ. ആ, ആ. ആ മലകളെല്ലാം അമ്മയെ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുക. അതാണ് ആ അങ്ങനത്തെ ഒരു എടുത്തിരിക്കുന്നത്. അത് മാഷ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ ഒരുമിച്ച് വളരെ ലേറ്റായിട്ടാണ് മൂകാംബിയിൽ പോയിട്ടുള്ളത്. അങ്ങനെ പോയ സമയത്ത് മല ഒന്ന് ഈ ജീപ്പിൽ പോകണം. ജീപ്പിൽ വലിയ മലയായിട്ട് കയറണം, കുറച്ച് ഉരുളം കല്ലുകളൊക്കെ. വേണ്ട, ഒന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോയില്ല. പക്ഷെ അവിടെ പോയിട്ട് വന്നതിന് ശേഷമാണ് ഈ പാട്ട് ചെയ്തത്.